ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നേന്ത്രപ്പഴം പച്ചരിയൊക്കെ ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. വളരെ സിമ്പിളാണ് ഇത് തയ്യാറാക്കാൻ. അതുപോലെ തന്നെ ഒരു വെറൈറ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരമാണ്. ഈ ഒരു പലഹാരം തയ്യാറാക്കാനായിട്ട് നമുക്ക് ഒരുപാട് ഓയിലിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. നേന്ത്രപ്പഴം വെച്ചിട്ടൊക്കെ നമ്മൾ വെറൈറ്റി പലഹാരങ്ങളൊക്കെ തയ്യാറാക്കലുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയിട്ടുള്ള ഒരു അടിപൊളി പലഹാരമാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിലേക്ക് ഒരുപാട് ചേരുവകളും ആവശ്യമില്ല കേട്ടോ. നമ്മുടെ വീട്ടിൽ കിട്ടുന്ന 1-2 ചേരുവകൾ മാത്രം മതി ഇത് തയ്യാറാക്കി എടുക്കാൻ. വൈകുന്നേരം ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരമാണ്. കുട്ടികൾക്കൊക്കെ വളരെയേറെ ഇഷ്ടപ്പെടും. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ആണ്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു പലഹാരം തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 1 ഗ്ലാസ് പച്ചരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതായത് മെയിനായിട്ട് വേണ്ടത് ഇതിലേക്ക് പച്ചരിയും നേന്ത്രപ്പഴമാണ്. അപ്പോൾ 1 ഗ്ലാസ് അളവിലാണ് കേട്ടോ ഞാനിവിടെ പച്ചരി എടുത്തിട്ടുള്ളത്. നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുതിരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 4 മണിക്കൂർ നേരം ഞാൻ കുതിരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മിനിമം 4 മണിക്കൂറെങ്കിലും വെക്കണം. അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വാർത്തിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കണ്ട. 1 ഗ്ലാസ് പച്ചരിൻ്റെ അളവിന് 2 ടേബിൾ സ്പൂണോളം തേങ്ങ മാത്രം മതി. ഇനി 2 ടേബിൾ സ്പൂണോളം ചോറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചോറ് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ നമ്മുടെ ഈ ഒരു പലഹാരം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂണിന് താഴെയായിട്ട് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ അത് ഒഴിവാക്കാവുന്നതാണ്. പിന്നെ ഇതിലേക്ക് ഒരു 2-3 ഏലക്കയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏലക്ക പൊടിയാണെങ്കിൽ ഒരു 1/2 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതുപോലെ ഒരു മീഡിയം സൈസ് നേന്ത്രപ്പഴത്തിൻ്റെ ഒരു പകുതിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് കട്ട് ചെയ്തത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 3/4 കപ്പോളം വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ നമുക്കിതൊന്ന് അരച്ചെടുക്കാം കേട്ടോ. ഒട്ടും തരിതരിപ്പൊന്നും ഇല്ലാതെ നല്ല ഫൈനായിട്ട് തന്നെ ഇത് നമുക്കൊന്ന് അരച്ചെടുക്കണം. ഇപ്പോൾ അത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഞാനിവിടെ അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതാ കുറച്ച് തിക്കായിട്ടാണ് നമ്മുടെ ഈ ഒരു ബാറ്റർ ഇപ്പോൾ ഇരിക്കുന്നത്. നമുക്ക് കുറച്ച് ലൂസായിട്ടുള്ള ബാറ്ററാണ് വേണ്ടത്. അപ്പോൾ നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര പാനിയും കൂടെ ചേർക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിവിടെ 2 അച്ച് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഏകദേശം ഒരു 1/2 കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു 2 അച്ച് ശർക്കര ചേർത്താൽ തന്നെ അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും കേട്ടോ. ഇപ്പോൾ ശർക്കരയൊക്കെ മെൽറ്റായി വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ പഴം ചേർത്ത് കൊടുത്തതാണ്. പഴം അത്യാവശ്യം നല്ല രീതിയിൽ പഴുത്ത പഴം ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ആ ഒരു മധുരം ഉണ്ടാവും. ഇനി ആ ഒരു ശർക്കരപ്പാനി ചൂടോടുകൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ ചൂടോടുകൂടെയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ തയ്യാറാക്കിയിട്ടുള്ള ആ ഒരു ശർക്കരപ്പാനി ഒഴിച്ചാൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ മധുരം ഉണ്ടാവും. ഇനി നിങ്ങൾക്ക് കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ മധുരം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ മുഴുവനായിട്ടും ശർക്കരപ്പാനി ഒഴിച്ചു കൊടുത്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കട്ടിക്ക് വേണം നമ്മുടെ ഈ ഒരു ബാറ്റർ കിട്ടാൻ. അപ്പോൾ ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് പഴത്തിൻ്റെ ഒരു മിക്സ് തയ്യാറാക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് പഴം മുറിച്ചത് ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ അരി അരച്ചപ്പോൾ ഒരു മീഡിയം സൈസ് പഴം എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പകുതിയാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബാക്കി പകുതിയാണ് കേട്ടോ ഞാൻ ഇതുപോലെ നെയ്യിലൊന്ന് വഴറ്റിയെടുക്കുന്നത്. ഒരുപാട് ഉടച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 3/4 ഭാഗം ആയി കിട്ടിയാൽ മതി. അത്യാവശ്യം നല്ല രീതിയിൽ പഴുത്ത പഴം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആയി കിട്ടും. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം തേങ്ങ ചിരവിയതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പഴം ഏകദേശം ആയിട്ടുണ്ട്. അപ്പോഴാണ് ഞാനിവിടെ തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. തേങ്ങ ചേർത്ത് കൊടുത്തിട്ട് ഒരുപാട് സമയം വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ഒരു 30-40 സെക്കൻഡ് മാത്രം വഴറ്റിയെടുത്താൽ മതി കേട്ടോ. അപ്പോഴേക്കും ഇത് റെഡി ആയിട്ട് കിട്ടും. ഒരുപാട് ഡ്രൈ ആക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ അതാ പഴത്തിൻ്റെ മിക്സ് ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ബാറ്ററിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഇട്ട് കൊടുക്കുന്നത് ചൂടോടുകൂടെ തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ കുഴപ്പമൊന്നുമില്ല.
ഇപ്പോൾ അതാ ഒരു പഴത്തിൻ്റെയും തേങ്ങയുടെയും ഒരു മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ബാറ്റർ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നൊന്നുമില്ല, പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കുന്നതാണ്. അതുകൊണ്ട് അതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരു 1/4 ടീസ്പൂണിൻ്റെ താഴെ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പം ഞാനിവിടെ ഉപ്പും അതുപോലെ തന്നെ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അത് കട്ടിയൊന്നും പിടിക്കാതെ നല്ലപോലെ മിക്സ് ചെയ്താലേ എല്ലാ വശത്തും നല്ല രീതിയിൽ ആയി കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ പലഹാരത്തിനുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പലഹാരം റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ഇതുപോലെ പാലപ്പൊക്കെ ചുടുന്ന ആ ഒരു ചട്ടിയാണ്. അതിലേക്ക് ഒരു ടീസ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. നെയ്യിന് പകരം നിങ്ങൾക്ക് ഓയിലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇത് ചൂടായി വരുമ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ബാറ്റർ ഒന്ന് ഏകദേശം ഒരു 1/2 തവിയോളം ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വലുപ്പത്തിലൊന്നും ഞാനിവിടെ തയ്യാറാക്കുന്നില്ല കേട്ടോ. ഒരു മീഡിയം വലുപ്പത്തിലാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മളിത് കുക്ക് ചെയ്യുമ്പോൾ 1 മിനിറ്റോളം മതി കേട്ടോ ഇത് കുക്കായിട്ട് കിട്ടാൻ. അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. നല്ല രീതിയിൽ കുക്കായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ സൈഡ് വശമൊക്കെ ചെറിയ രീതിയിൽ ഇങ്ങനെ കളർ മാറുമ്പോഴാട്ടോ ഇത് എടുത്ത് മാറ്റുന്നത്. കണ്ടോ, നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഈ ഒരു പലഹാരം. അപ്പോൾ അടുത്തത് നമുക്ക് ഇതേപോലെ തന്നെ തയ്യാറാക്കി എടുക്കാം. വീണ്ടും 1 ടീസ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് വീണ്ടും മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. 1 ഗ്ലാസ് പച്ചരിയും അതുപോലെ തന്നെ ഒരു നേന്ത്രപ്പഴത്തിൻ്റെ ഒരു പീസും ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇതേ രീതിയിൽ, അതായത് ഈ ഒരു വലുപ്പത്തിൽ. പിന്നെ ഇത് കുക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയം എടുക്കില്ല. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ തവണ നമ്മൾ ഒഴിച്ചു കൊടുത്തതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് മാറ്റി വെക്കാം. ഇപ്പോൾ ഞാനിവിടെ മുഴുവനായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല സിമ്പിളായിട്ട് അതുപോലെ തന്നെ നല്ല സോഫ്റ്റായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പലഹാരമാണ്. ഒരു വെറൈറ്റിയാണ് കേട്ടോ. നമ്മൾ നെയ്യിൽ ഇത് തയ്യാറാക്കിയെടുത്തുകൊണ്ട് തന്നെ നല്ലൊരു ഫ്ലേവറൊക്കെ ഉണ്ട്. ഈ ഒരു പലഹാരത്തിന് ഒരുപാട് ഓയിലിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നേന്ത്രപ്പഴം പച്ചരിയും വെച്ചിട്ട് ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഒരു തവണ തയ്യാറാക്കി നോക്കുക കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഈ ഒരു പലഹാരത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നല്ല സോഫ്റ്റാണ്. അതായത് നമ്മൾ കലത്തപ്പൊക്കെ തയ്യാറാക്കുന്ന പോലെ തന്നെ ഉള്ളിലൊക്കെ നല്ല ആരെടുത്തിട്ടുള്ള ഒരു അടിപൊളി പലഹാരമാണ്. അപ്പോൾ നേന്ത്രപ്പഴം കിട്ടുമ്പോൾ നമ്മൾ പെട്ടെന്ന് തയ്യാറാക്കുന്നത് പഴംപൊരിയാണ് അല്ലേ. അപ്പോൾ എപ്പോഴും അതുപോലെയൊന്നും തയ്യാറാക്കാതെ ഇടയ്ക്ക് ഇതേപോലെയൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കുക കേട്ടോ. നമ്മൾ വീട്ടിൽ കിട്ടുന്ന ചേരുവകൾ മാത്രമാണ് ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാവർക്കും ഒരുപോലെ തന്നെ തയ്യാറാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ തീർച്ചയായും ഒരു തവണയെങ്കിലും ഇത് ചെയ്ത് നോക്കേണ്ട റെസിപ്പി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.